മോദിയുടെ പരാജയത്തെ നാം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? അല്ലെങ്കിൽ മോദിയെ പരാജയപ്പെടുത്തിയ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഏവർക്കും സ്വാഗതം, നമസ്കാരം. ഈ ഏതാനും ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ ഇത് സംബന്ധമായ പലവിധ ചർച്ചകളും നടന്നിരിക്കുവാനും അവയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുവാനും ഇടയായിട്ടുണ്ട് എന്നത് സ്വാഭാവികമാണ്. ഞാൻ അടുത്ത കാലത്തായിട്ട് മാധ്യമ ഡിസ്കഷൻസ് അധികം ശ്രദ്ധിക്കാറില്ല. കാരണം യാഥാർത്ഥ്യബോധം ഉള്ളതുകൂടെ നശിച്ചു പോകുവാൻ ഈ ആത്മാർത്ഥതയില്ലാത്ത അധര വ്യായാമങ്ങൾ സഹായിക്കും. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല, പ്രയോജനമില്ല എന്നതുകൊണ്ട് ഞാനിപ്പോൾ മാധ്യമത്തിൽ വന്നിരുന്ന് തള്ളിമറിക്കുന്ന മഹാന്മാരുടെ വായിൽ നിന്ന് വീഴുന്ന മുത്തുകൾ പെറുക്കാൻ പോകാറില്ല. ഈ വീഡിയോയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ചില കാര്യങ്ങൾ, ഞാൻ അന്വേഷിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്ന ചില ഘടകങ്ങൾ നിങ്ങളുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. നമ്മളേവരെയും ഒരു പരിധി വരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് 2024 ഇലക്ഷൻ്റെ റിസൾട്ട് ജൂൺ മാസം 4-ാം തീയതി ലഭ്യമായത്. ആ അത്ഭുതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതിനു മുമ്പ് നമുക്ക് വാരിക്കോരി വിളമ്പിത്തന്ന എക്സിറ്റ് പോൾസും അതിൻ്റെ ഫലവുമാണ്. ഈ ഒരു അനുഭവത്തിൽ കൂടെ എക്സിറ്റ് പോൾസ് എന്ന് പറയുന്ന ഈ പബ്ലിക് ന്യൂയിസൻസ് ഏത് വിധത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത്, ഏത് തോതുവരെ അത് വിശ്വസിക്കണം അല്ലെങ്കിൽ അവിശ്വസിക്കണം എന്നതിനെപ്പറ്റി സാമാന്യ ജനത്തിന് വേണ്ടതുപോലെ ഒരു ബോധമുണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഏകദേശം 4-5 ദിവസത്തിന് മുൻപ്, 5 ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ എന്തുകൊണ്ട് എക്സിറ്റ് പോൾസിനെ കാര്യമായിട്ട് ഗൗനിക്കുന്നില്ല എന്നത് കാണിച്ച 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ ഉൾപ്പെടുത്തി ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കിട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അവയൊന്നും ആവർത്തിച്ച് ഈ സമയം കളയുവാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഏക ശ്രദ്ധ ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ശ്രീ നരേന്ദ്രമോദി അജയ്യനെന്നെല്ലാവരും ഒന്നുപോലെ കരുതിയിരുന്ന, അത് പ്രതിപക്ഷ പാർട്ടികൾ പോലും കരുതിയിരുന്ന നരേന്ദ്രമോദിയുടെ ദയനീയമായ പരാജയം. ഇതെങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു, ഇതാണ് നമ്മുടെ അന്വേഷണ വിഷയം. ഇവിടെ ഞാൻ മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിച്ച കാര്യം ഒന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുക മാത്രം ചെയ്യേണ്ട ആവശ്യമുണ്ട്. 2024 ഇലക്ഷൻ റിസൾട്ട് BJPയുടെ പരാജയമല്ല, ഇത് മോദിയുടെ പരാജയം മാത്രമാണ്. അതിൻ്റെ യുക്തി എന്താണെന്ന് ഞാൻ ഇതിന് മുൻപുള്ള വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഞാനതും ആവർത്തിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ അന്വേഷണത്തിൻ്റെ കേന്ദ്ര ബിന്ദു ശ്രീ നരേന്ദ്രമോദി തന്നെയാണ്. ഇത് അദ്ദേഹത്തോട് ഏതെങ്കിലും വിധത്തിലുള്ള അതൃപ്തിയോ ബഹുമാനക്കുറവോ ഉള്ളതുകൊണ്ട് നടത്തുന്ന അന്വേഷണമല്ല. ഈ അന്വേഷണത്തിൽ കൂടെ തെളിഞ്ഞു വരുന്ന യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അദ്ദേഹത്തിനും അതുകൊണ്ട് ഇനിയുള്ള കാലങ്ങളിൽ ഗുണമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന പ്രതീക്ഷയും എൻ്റെ മനസ്സിലുണ്ട്. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ അന്വേഷണം ആരംഭിക്കാം. ആദ്യമായി മോദിയെ പരാജയത്തിൽ കൊണ്ടെത്തിച്ചത് മോദിയുടെ അജയ്യത എന്ന് പറയുന്ന ഗോദി മീഡിയ മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്ത, അതിൽ BJP ഒരു പാർട്ടി എന്ന നിലയിൽ കാര്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള ഈ യാഥാർത്ഥ്യ ലാർജ് സ്കെയിൽ മാനുഫാക്ചർ ആണ്. മോദിയെ തോൽപ്പിക്കാൻ ഭാരതത്തിലെന്നല്ല, ഈ ലോകത്തിലാരുമില്ല. കർത്താവായ ജഗന്നാഥ് ദൈവം പോലും അദ്ദേഹത്തിൻ്റെ ആരാധകനാണ് എന്ന് ഒരു പാർട്ടിയും അതിലുള്ള ആളുകളും വിശ്വസിച്ചു തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? അപ്പോൾ അത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ 2-3 മാസങ്ങളായി ഞാൻ സോഷ്യൽ മീഡിയയാണ് കൂടുതലായി കണ്ടുകൊണ്ടിരുന്നത്. കാരണം മെയിൻ ലൈൻ
ന്യൂസ് ചാനൽസ് കണ്ടിട്ടോ പത്രം വായിച്ചിട്ടോ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് തിരിച്ചറിഞ്ഞ ശേഷം, എന്നാൽ രാജ്യത്ത് എന്താണ് നടക്കുന്നത്, ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ സോഷ്യൽ മീഡിയ മാത്രമേ നമുക്ക് ആശ്രയിക്കാനുള്ളൂ എന്നതുകൊണ്ട് ഞാൻ കാര്യമായ ശ്രദ്ധ അതിലേക്ക് തിരിച്ചുവിട്ടു. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ സാമൂഹ്യ മാധ്യമത്തിൽ കൂടെ വെളിപ്പെട്ടു വന്ന പല അറിവുകൾ വെച്ച് നോക്കുമ്പോൾ പല സംസ്ഥാനങ്ങളിലും സാധാരണ ആളുകളെ, ഇപ്പോൾ BJP അനുയായികളെ തന്നെ മാധ്യമപ്രവർത്തകർ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവർ പറയുന്ന കാര്യം, ഏതായാലും ഈ തവണ 400 പാർ 400-ൽ പരം സീറ്റുകൾ കിട്ടും. 541 സീറ്റിൽ 400-ൽ പരം സീറ്റ് കിട്ടും. കഴിഞ്ഞ തവണ മോദി പറഞ്ഞു 300 പാർ 300-ൽ കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞു. അത് കറക്റ്റായിട്ട് കിട്ടി. ഈ തവണ പറയുന്നു 400-ൽ പരം കിട്ടും. അത് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഞാനായിട്ട് എന്തിനാണ് മെനക്കെടുന്നത്? അപ്പോൾ മോദിയുടെ അജയ്യത, അദ്ദേഹത്തിൻ്റെ പ്രവാചക തുല്യമായ ആ ഒരു വിശ്വസനീയത, ആധികാരികത, അദ്ദേഹം വാക്ക് പറഞ്ഞാൽ അതിന് ഇടത്തോട്ടോ വലത്തോട്ടോ ഈ രാജ്യത്തിന് മാറി നിൽക്കാൻ സാധ്യമല്ല എന്ന അന്ധവിശ്വാസം, ഇത് BJP അണികളുടെ ഇടയിൽ തന്നെ വളരെയധികം അനാസ്ഥ, അശ്രദ്ധ, നിസ്സംഗത സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേണ്ടതുപോലെ പരിശ്രമിച്ചിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇതിനോടനുബന്ധമായിട്ട് പറയേണ്ടത്, കഴിഞ്ഞ 2 ഇലക്ഷനുകളിൽ ഈ രാജ്യത്തെ ജനം സ്ഥാനാർത്ഥികൾക്കല്ല, അതായത് BJP പാർട്ടിയോടുള്ള ബന്ധത്തിലാണ് ഞാൻ പറയുന്നത്, സ്ഥാനാർത്ഥികൾക്കല്ല വോട്ട് കൊടുത്തത്, പിന്നെയോ മോദിക്കാണ് കൊടുത്തത്. ഓരോ വോട്ടും മോദിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾ പോലും വിചാരിച്ചു, മോദി പറയുന്നു 400-ൽ പരം സീറ്റ് കിട്ടും, ആ കൂട്ടത്തിൽ ഞാനുമുണ്ട്, പിന്നെ ഞാനെന്തിനാണ് ഈ മെനക്കെടുന്നത്? അപ്പോൾ കാര്യമായ ഒരു പരിശ്രമം ഗ്രൗണ്ട് ലെവലിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് സോഷ്യൽ മീഡിയ വേണ്ടതുപോലെ ശ്രദ്ധിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഇതിന് പലവിധമായ തലങ്ങളുണ്ട്, എല്ലാം ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുവാൻ സാധ്യമല്ല ഈ വിഷയത്തെപ്പറ്റി തന്നെ. അതുകൊണ്ട് മോദിയുടെ ആ വലിയ ദൈവതുല്യമായ സ്റ്റേറ്റസ്, അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത്? മത്സരിക്കാൻ പോലും ആവശ്യമില്ല. മത്സരം ആരംഭിക്കുന്നതിന് മുൻപേ വിജയം കൈവരിക്കുന്നവരാണ് BJP സ്ഥാനാർത്ഥികൾ എന്ന ഒരു അവസ്ഥയിൽ കൊണ്ടുവച്ചാൽ പിന്നെ എന്ത് സംഭവിക്കും എന്നതിൻ്റെ ഉദാഹരണമാണ്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, മോദിയെ തോൽപ്പിച്ച മറ്റൊരു ഘടകമാണ് ഗോദി മീഡിയ. ഭാരതത്തിലെ മാധ്യമപ്രവർത്തകർ, പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകർ, മീഡിയ ഹൗസസ് എല്ലാം തന്നെ മോദിയുടെ വിടുവേല ചെയ്യുക, അതിനപ്പുറത്തൊരു ജേർണലിസം ഇല്ല എന്ന സ്ഥിതിയിലായി. മോദിയെ സ്തുതിക്കുക, മോദി അങ്ങോട്ട് പോയാൽ ക്യാമറ, ഇങ്ങോട്ട് പോയാൽ ക്യാമറ, മോദി മേപ്പോട്ട് നിന്ന് നോക്കിയാൽ അതിൻ്റെ ബ്രഹ്മാണ്ഡ ഘടകങ്ങളെ ബാധിക്കുന്ന ആ കണ്ണിൻ്റെ എന്താണ് പറയുന്നത് പ്രത്യേകത, അതിലടങ്ങിയിരിക്കുന്ന ഗാംഭീര്യത്തിൻ്റെ വർണ്ണനകൾ, ഇങ്ങനെ സ്തുതിച്ചും സ്തുതി പാടിയും മോദിയെ കൊണ്ടങ്ങ് സ്വർഗത്തിനപ്പുറത്ത് കൊണ്ടുവച്ചു. അവിടെ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, നരേന്ദ്രമോദിക്ക് യാഥാർത്ഥ്യബോധം നന്നേ ഉണ്ടായിരുന്നത് അത് ഒട്ടുമുക്കാലും നശിച്ചുപോയി. അല്പമെങ്കിലും അദ്ദേഹത്തിന് യാഥാർത്ഥ്യബോധം പണ്ടുണ്ടായിരുന്നതാണ്, കൃത്യമായ യാഥാർത്ഥ്യബോധം ഉണ്ടായിരുന്നതാണ്. അതല്പം നിലനിർത്തിയിരുന്നുവെങ്കിൽ ഒരിക്കലും ഇസ് ബാർ 400 പാർ എന്ന് പറയുമായിരുന്നില്ല. കാരണം ഗ്രൗണ്ട് റിയാലിറ്റി അത്രമാത്രം മാറിപ്പോയി കഴിഞ്ഞിരുന്നു. അതിനെപ്പറ്റി അദ്ദേഹത്തിന് യാതൊരു ബോധവുമില്ലായിരുന്നു. അദ്ദേഹം ഈ ഗോദി മീഡിയ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ കേട്ട് ആസ്വദിച്ച് സന്തോഷിച്ച്, അവർ പറഞ്ഞു ഞാൻ ദൈവമാണെന്നാൽ ഞാൻ ദൈവമാണ്, എന്നെ തോൽപ്പിക്കാൻ ലോകത്തിൽ ആർക്കും സാധ്യമല്ല എന്ന് അവർ പറഞ്ഞു, ഞാനത് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നുണ്ടാക്കിയ പച്ചക്കള്ളം എല്ലാവരും കൂടെ ചേർന്ന് വിശ്വസിച്ച് അവരുണ്ടാക്കിയ ഈ മായാജാലത്തിൽ അവർ തന്നെ പെട്ട് ഇങ്ങനെ പോയതിൻ്റെ ഒരു ഫലമാണ് ഈ നേട്ടം എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ രാഷ്ട്രീയത്തിൽ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ യാഥാർത്ഥ്യങ്ങളെയാണ്, മിഥ്യകളെയല്ല. ഒരു നേതാവ് എത്ര ജനപ്രിയനാണെങ്കിലും, എത്ര സാമർഥ്യമുള്ളവരാണെങ്കിലും,
അദ്ദേഹത്തിന് യാഥാർത്ഥ്യത്തോടുള്ള ബന്ധം അറ്റുപോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പതനം ആരംഭിച്ചു എന്ന് വിശ്വസിച്ചാൽ മതി. അത് തന്നെയാണ് നാം ഈ ഒരു സാഹചര്യത്തിലും കാണുന്നത്. ഇനി മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഇതിനോട് തന്നെ ബന്ധമുള്ളൊരു കാര്യം ഞാൻ മുൻപൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതാണ്, അതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. യാഥാർത്ഥ്യങ്ങൾ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റാണ്. എന്താണ് ജനങ്ങളുടെ അനുഭവം എന്നറിയേണ്ട, നിങ്ങൾ എന്താണ് അറിയേണ്ടത്, നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, ഏത് തരത്തിലുള്ള വികാരങ്ങളാണ് ഉൾക്കൊള്ളേണ്ടത്, അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരത്തക്കവണ്ണമുള്ള ഇവൻറ്റ് മാനേജ്മെൻറ്റ് നിങ്ങൾ നടത്താം. അതിനെന്ത് പൈസ ചിലവാക്കാനും കോടികൾ ചിലവാക്കാനും ഒരു പ്രയാസവുമില്ല. ലോകത്തിലെ ഏറ്റവും കൊഴുപ്പുള്ള പാർട്ടിയാണ് BJP. അതുകൊണ്ട് ഗോദി മീഡിയ അവരടുത്ത്, ഇവൻറ്റ് മാനേജ്മെൻറ്റ് അവരടുത്ത്, ഇതിൻ്റെ എല്ലാം ആകത്തുകയായി യാഥാർത്ഥ്യബോധം ഏതാണ്ട് പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയിലായിരുന്നു. മൂന്നാമതായിട്ട് പറയാനുള്ളത്, ഇതൊരു വലിയ വിരോധാഭാസം തന്നെയാണ്. മോദിയുടെ പരാജയത്തിൽ അദാനിയും അംബാനിയും നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഇത് പറയുമ്പോൾ അദാനിയും അംബാനിയും ഞാൻ പറയുന്നത് കേട്ടാൽ അവർ പല്ല് ഞെരിക്കും, പക്ഷേ അവർ കേൾക്കാനിടയിൽ, കാരണം ഈ ഉള്ളവൻ പറയുന്നതൊന്നും അവരുടെ ചെവിയിലെത്തേണ്ട കാര്യമില്ലല്ലോ. നാം നമ്മുടെ അറിവിന് വേണ്ടി ചില കാര്യങ്ങൾ പങ്കിടുന്നുവെന്ന് മാത്രം. ഇത് സ്വകാര്യ സംഭാഷണമാണ്. അദാനിയും അംബാനിയും ഉണ്ടെങ്കിൽ എൻ്റെ വിജയം സുനിശ്ചിതം എന്ന ഒരവസ്ഥയിലാണ് മോദി. അതുകൊണ്ട് ജനങ്ങളെ ആശ്രയിക്കേണ്ട ആവശ്യം അദ്ദേഹത്തിനില്ല. ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഒരു ജനാധിപത്യ ഭരണരീതിയിൽ പണക്കൊഴുപ്പ് കൊണ്ട് മാത്രം എക്കാലത്തും തിരഞ്ഞെടുപ്പുകൾ ജയിച്ചുകൊണ്ടേയിരിക്കാം എന്ന് വിചാരിക്കുന്നത് വലിയ അപകടമാണ്. അപ്പോൾ അദാനി അംബാനി ഇന്ന് ഏഷ്യയിലെ ഏറ്റവും ഗാംഭീര്യമേറിയ പണച്ചാക്കുകളാണ്. അവർ എൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കുന്നു. അവരുടെ അതിരില്ലാത്ത ജനറോസിറ്റി, അപ്പോൾ എന്ത് വേണമെങ്കിലും തരും. പണത്തിന് യാതൊരു ദാരിദ്ര്യവുമില്ല. അതുകൊണ്ട് പണത്തിൻ്റെ ആ കൊഴുപ്പ് കൊണ്ടെല്ലാം നേടിയെടുക്കാം എന്ന ഒരു ചിന്തയും ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു സാഹചര്യത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് പ്രത്യേകമായിട്ട് ആരെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം മോദിയുടെ സർക്കാർ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഈ നാട്ടിലെ കോർപ്പറേറ്റ് വമ്പൻ സ്രാവുകളെയാണ്. 60% ഇന്ത്യക്കാർക്ക് കൊടുത്ത ഇളവുകൾ അല്ലെങ്കിൽ സബ്സിഡി, അതിൻ്റെ ഏതാണ്ട് 4 ഇരട്ടി സഹായം ഈ കോർപ്പറേറ്റ് സ്രാവുകൾക്ക് കൊടുത്തിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ പണച്ചാക്കുകളെ പ്രീതിപ്പെടുത്തി നിർത്തി അവരുടെ സഹായത്തോടുകൂടെ അധികാരത്തിൽ തുടരാം എന്ന ഒരു ചിന്തയിലേക്ക് നരേന്ദ്രമോദി കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് അപകടമാണ്. അതൊരിക്കലും തുടർന്നു കൊണ്ടുപോകാവുന്ന ഒരു ക്രമീകരണമല്ല. ജനാധിപത്യ ഭരണരീതിയിൽ, ജനാധിപത്യ സംസ്കാരത്തിൽ ജനങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത് ആര് കസേരയിലിരിക്കണം, ആര് കസേര വിട്ടിറങ്ങിപ്പോകണമെന്ന്. അദാനിയും അംബാനിയും ഒരു 100 അദാനിയും അംബാനികളെ കൂടെ സൃഷ്ടിച്ചാലും അതിന് പകരം വെക്കാൻ സാധ്യമല്ല എന്നത് ഈ ഇലക്ഷൻ തെളിയിച്ച് കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വശത്ത് ഗോദി മീഡിയ അവർ സൃഷ്ടിക്കുന്ന ഈ മിഥ്യാലോകം, മറുവശത്ത് അദാനി അംബാനിയുടെ സാമ്രാജ്യങ്ങൾ, അതിൽ നിന്നൊഴുകി വരുന്ന പണത്തിൻ്റെ വലിയ വലിയ കുതിച്ചുചാട്ടം, ഇവയെല്ലാം കൂടെ ചേർന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ജനങ്ങളിൽ നിന്ന് നരേന്ദ്രമോദിയെ അകറ്റുകയും എല്ലാവരുടെയും സ്തുതി കൊണ്ട് കാതു നിറഞ്ഞൊരു മനുഷ്യനെന്ന നിലയിൽ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അകൽച്ച പ്രാപിച്ച് തൻ്റെ ഒരു വിരളം നനക്കിയാൽ ലോകം മുഴുവനും നിന്ന് പിടയ്ക്കും എന്ന ഒരു സ്ഥിതിയിലേക്ക് അദ്ദേഹം മാറിപ്പോയോ എന്നൊരു ചിന്ത എനിക്കുണ്ട്. ഈ ചിന്ത എൻ്റെ മനസ്സിൽ വരുമ്പോൾ ഞാൻ ഷേക്സ്പിയറിൻ്റെ ഒരു നാടകം ഓർക്കാറുണ്ട്. അതിൻ്റെ പേര് കിങ് ലിയർ എന്നാണ്. അതൊരു രാജാവിൻ്റെ കഥയാണ്. അദ്ദേഹത്തിൻ്റെ 3 പെൺമക്കളാണ്, കൊണേറിൽ, റീഗൻ ആൻഡ് കോർഡേലിയ. അപ്പോൾ ഈ രാജാവിന് അദ്ദേഹത്തിൻ്റെ അധികാരഭ്രമമാണ്. ഏതായാലും അദ്ദേഹത്തിന് 80 വയസ്സായപ്പോൾ, ഇപ്പോൾ മോദി പറയുന്ന 75 വയസ്സ് കഴിഞ്ഞാൽ ആരും
കസേരയിൽ ഇരിക്കരുത്. അത് ഏത് അദാനിക്കും മുരളി മനോഹർ ജോഷിക്കുമൊക്കെ അത് ബാധകമാണ്. അത് മോദിക്ക് ബാധകം ആകാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹം മറ്റുള്ളവരെ പോലെ അല്ല എന്നതുകൊണ്ട് ഒരിക്കലും അത് അദ്ദേഹത്തെ ബാധിക്കുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയും ബാക്കി കണ്ടറിയാം. അപ്പോൾ കിങ് ലിയർ തൻ്റെ മൂത്ത 2 മക്കൾ, അതായത് ഗുണേറിൽ ആൻഡ് റീഗൻ, അവർ ആത്മാർത്ഥതയില്ലാതെ അപ്പനായ രാജാവിന് സ്തുതി പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കൊർഡീലിയയോ അദ്ദേഹത്തോട് ഉള്ള സത്യം പറയുകയാണ്. കാരണം ഒരു രാജ്യം നല്ലതായി ഭരിക്കപ്പെടണമെങ്കിൽ രാജാവിന് യാഥാർത്ഥ്യബോധം ഉണ്ടാകണമെന്ന് ഇളയ മകളായ എന്താ പറയുന്നത് എനിവേ മറവിയുടെ പ്രശ്നം വരുന്നത്. അപ്പോൾ അവൾ പിതാവിനോട് സത്യം പറയുമ്പോൾ കിങ് ലിയറിന് അവളോട് വലിയ കോപമാണ്. അവളെ ഡിസിൻഹെറിറ്റ് ചെയ്യുന്നു. അവൾക്ക് ഒന്നും കൊടുക്കാതെ, ഓഹരി കൊടുക്കാതെ തൻ്റെ സ്വത്ത് മുഴുവൻ രാജ്യം 2 വിഭജിച്ച തൻ്റെ മൂത്ത 2 പെൺമക്കളായ ഗുണേറിൽ, റീഗൻ ആൻഡ് കോർഡീലിയ ആ വാക്കാണ്, പേരാണ് ഞാൻ ഓർമ്മിച്ചെടുക്കാൻ തത്രപ്പെട്ടു. അപ്പോൾ കോർഡീലിയയെ ഡിസിൻഹെറിറ്റ് ചെയ്തു. പിൽക്കാലത്തെ സാഹചര്യങ്ങൾ അത് വർണ്ണിക്കാൻ പോലും ഒത്തിരി ഉണ്ട്, സമയം പോകുന്നുണ്ട്. അത്രമാത്രം സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ അവസാനം സിംഹാസനത്തിൽ നിന്ന് എല്ലാവരെയും അടക്കി ഭരിച്ചുകൊണ്ട് അത് മാത്രം അറിഞ്ഞ് ജീവിച്ച കിങ് ലിയർ അതെല്ലാം നഷ്ടപ്പെട്ടവനായി കൊട്ടാരത്തിൽ നിന്ന് വെളിയിലാക്കപ്പെട്ട് ഒരു തുറന്ന സ്ഥലത്ത്, ഹീത്ത് എന്ന് പറയും, ഹീത്ത് HEAT, അവിടെ നിൽക്കുകയാണ്. നല്ല തണുപ്പുണ്ട്, എല്ലുകൾ തുളച്ചു കയറിയുന്ന തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹത്തെ വന്ന് ബുദ്ധിമുട്ടിക്കുകയാണ്. അപ്പോൾ അവിടെ മുട്ടുകുത്തി നിന്നുകൊണ്ട് കിങ് ലിയർ പറയുന്ന വാക്കുകളുണ്ട്. Thou miserable wretches, wheresoever you are, that bide the pelting of this pitiless storm, how shall your looped and winded raggedness protect you from seasons such as this? Oh, I've taken too little care of this. മനസ്സിലാക്കണം, നമ്മുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയുമായിട്ട് വളരെ താതാത്മ്യമുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. Thou miserable wretches, എൻ്റെ രാജ്യത്തിൻ്റെ എൻ്റെ പ്രജകളായി അശരണരായി ഈ കാലമത്രയും കഴിഞ്ഞുകൂടിയ പാവപ്പെട്ട എൻ്റെ ജനമേ, thou miserable wretches, wherever you are, that bide, that endure the pelting എന്ന് പറഞ്ഞാൽ ആഴത്തിൽ അടിക്കുക, of this pitiless storm, pelting of this pitiless storm. യാതൊരു ദാക്ഷിണ്യമില്ലാതെ ക്രൂരത യുടെ ഉളി കൊണ്ട് നിൻ്റെ ശരീരം മലഞ്ഞു കീറുന്നത് പോലെ നിൻ്റെ മേലടിക്കുന്ന ഈ കൊടുങ്കാറ്റ്, വേണ്ടത്ര വസ്ത്രം പോലും ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാണ് സഹിക്കുന്നത്? ഹൗ ഷാൽ യു ലൂപ്ഡ് ആൻഡ് വിൻഡോഡ് റാഗഡ്നെസ്, ലൂപ്ഡ് വസ്ത്രമൊക്കെ കീറി അവിടെ ഇവിടെയൊക്കെ തുണി പോയി, വിൻഡോ നമ്മുടെ വീടുകളിൽ ജനലുള്ളതുപോലെ പാവപ്പെട്ടവരുടെ വസ്ത്രത്തിൽ ജനലുണ്ടെന്നാണ് പറയുന്നത്, കീറിയ വസ്ത്രം. ഹൗ ഷാൽ യു ലൂപ്ഡ് ആൻഡ് വിൻഡോഡ് റാഗഡ്നെസ്, റാഗ് എന്ന് പറഞ്ഞാൽ പഴന്തുണി മാത്രം ധരിക്കാനായി സൗകര്യമുള്ള ആളുകളുടെ അവസ്ഥയാണ് റാഗഡ്നെസ്, സ്റ്റേറ്റ് ഓഫ് ബീയിങ് ക്ലോത്ത്ഡ് only in raggedness. How shall your looped and windowed raggedness protect you from seasons such as this? Oh, I've taken too little care of this. ഞാൻ ഇതിനെപ്പറ്റി ഇത് ഞാൻ അറിഞ്ഞില്ല, നിങ്ങൾക്കൊന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് അദ്ദേഹം കരയുകയാണ്. ഇറ്റ്സ് എ വെരി ഫേമസ് സീൻ, ഹീത്ത് സീൻ എന്നാണ് പറയുന്നത്. ഹൗ ഷാൽ യുവർ ലൂപ്ഡ് ആൻഡ് വിൻഡോഡ് റാഗഡ്നെസ് പ്രൊട്ടക്റ്റ് യു ഫ്രം സീസൺ സച്ച് ആസ് ദിസ്? ഓ, ഐ ഹാവ് ടേക്കൻ ടു ലിറ്റിൽ കെയർ ഓഫ് ദിസ്. ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നാണ് പറയുന്നത്. ഏതാണ്ട് തത്തുല്യമായൊരവസ്ഥയാണിത്. ഇത് ചരിത്രത്തിൽ എക്കാലത്തും അധികാരത്തിൻ്റെ കസേരയിൽ കയറുന്ന ആൾക്ക് സംഭവിച്ചിട്ടുള്ള അക്കടിയാണ്. ജനങ്ങളിൽ നിന്ന് അകന്നകന്ന് പോയി അയാഥാർത്ഥ്യങ്ങളുടെ മിഥ്യകളുടെ ലോകത്തിൽപ്പെട്ട് അവസാനം സമയം വരുമ്പോൾ അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ലേ, ഞാൻ ചെയ്യേണ്ടത് ചെയ്തില്ലേ എന്ന ഒരു തിരിച്ചറിവിൽ വരുന്നു. അതിപ്പോൾ ഏകദേശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അപ്പോൾ ഇനി നാലാമത്തെ കാര്യം, മോദിയെ പരാജയപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട ഘടകം ED എന്ന് പറയും. ED, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. ഈ കഴിഞ്ഞ കാലം അത്രയും ഇലക്ഷൻ നടക്കുന്നത് വരെ മോദിയുടെ ഏറ്റവും വലിയ ശക്തിയും ആയുധവും അദ്ദേഹത്തിന് തുടർന്നുള്ള വാഴ്ചയുടെ താക്കോലും ED ആയിരുന്നു. എതിരാളികളെ നിരംപരിശാക്കാനുള്ള ഏറ്റവും സാമർഥ്യത്തോടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബ്രഹ്മാസ്ത്രം. വാസ്തവത്തിൽ ആ ബ്രഹ്മാസ്ത്രമാണ് മോദിയുടെ രാഷ്ട്രീയമായ തല കൊയ്തു കളഞ്ഞത്. വാസ്തവത്തിൽ ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യങ്ങളുമില്ലെന്ന് വിചാരിച്ചു. EDയെ ദുരുപയോഗപ്പെടുത്തിയതിൽ നിന്ന് മാത്രം ഒരു രാഷ്ട്രീയ നേതാവ് പരാജയപ്പെടേണ്ടതാണ്. കാരണം ഇത്ര നഗ്നമായിട്ട് യാതൊരു വിധത്തിലുള്ള കൂസലുമില്ലാതെ ഈ രാജ്യത്തെ ജനങ്ങൾ എട്ടും പൊട്ടും തിരിച്ചറിയാൻ വയ്യാത്ത വിഡ്ഢികളാണ് എന്ന വിധത്തിൽ സർക്കാർ സംബന്ധമായ ഏജൻസികളെ ദുരുപയോഗം ചെയ്താൽ അത് കണ്ട ആളുകൾ എല്ലാവരും കൈയടിച്ച് നിൽക്കും എന്ന് ഒരു പ്രധാനമന്ത്രി വിചാരിച്ചാൽ അത് കഷ്ടമാണ്. അത് നടക്കില്ല. പ്രത്യേകിച്ച് കേജ്രിവാളിനെ പോലെയുള്ള ആളുകളെ EDയെ കൊണ്ട് ഇപ്രകാരം കൈകാര്യം ചെയ്യുന്നതിൽ ഇപ്പോൾ ഞാൻ ഡൽഹിയിൽ വസിക്കുന്ന ഞാൻ കേരളത്തിലാണ്. ഞാൻ കേരളത്തിൽ പലരോടും കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ശേഷം ഞാൻ പലരോടും ആളുകളുടെ പ്രതികരണം എന്നറിയുന്നതിന് ഫോണിൽ കൂടെയും അല്ലാതെയുമൊക്കെ ഈ കാര്യം അവരെല്ലാവരും വളരെയധികം കുപിതരായിരുന്നു. ഇത് കാണിക്കുന്ന അധർമ്മമാണ് എന്ന് എന്നോട് പറയാത്ത ആരുമില്ല. ആത്മാർത്ഥമായി, പ്രത്യേകിച്ച് സ്ത്രീകൾ. ഈ രാജ്യത്തുള്ള സ്ത്രീകൾ ഒട്ടുമുക്കാലും കേജ്രിവാളിന് സംഭവിച്ചോർത്ത് ദുഃഖിക്കുന്നവരാണ്. എന്നാൽ നിങ്ങൾ ചോദിക്കും, ഡൽഹിയിലത് എന്തുകൊണ്ട് സംഭവിച്ചില്ല? അറിഞ്ഞുകൂടാ. അതിൻ്റെ സത്യം എന്തെങ്കിലും വെളിയിൽ വരട്ടെ. എനിക്കറിഞ്ഞുകൂടാ. അറിയാൻ വയ്യാത്ത കാര്യം പറയുന്ന സ്വഭാവം എനിക്കില്ല. എനിക്കറിഞ്ഞുകൂടാ. തൽക്കാലം എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ ED അത് പിന്നെ നമുക്കറിയാം മറ്റ് ഘടകങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം CBI ആണെങ്കിലും ഇൻകം ടാക്സ് ആണെങ്കിലും അങ്ങനെ വളരെ സാമർഥ്യത്തോടെ പ്രയോഗിച്ച ഈ ബ്രഹ്മാസ്ത്രങ്ങളാണ് ഒരു പക്ഷേ നരേന്ദ്രമോദിയുടെ പരാജയത്തിന് പ്രധാന ഉത്തരവാദികൾ എന്നാണ് എൻ്റെ അഭിപ്രായം. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, മോദിയുടെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു, മിസ്റ്റർ ക്ലീൻ. ഞാനും അത് വളരെ ആത്മാർത്ഥമായി ബഹുമാനിച്ചിരുന്നു, വിലമതിച്ചിരുന്നു. 2014 മോദി അധികാരത്തിൽ വന്നപ്പോൾ ഞാൻ ആശ്വസിച്ചു, ഞാൻ പ്രത്യാശ വെച്ചു. കാരണം UPA 2 അഴിമതി നിറഞ്ഞ ഒരു ഭരണമായിരുന്നു. എനിക്കത് പറയാൻ യാതൊരു മടിയുമില്ല. ഒരു രാജ്യം മുൻപോട്ട് പോകണമെങ്കിൽ അഴിമതി ഇല്ലാതെയാക്കണം, അഴിമതി നിർമ്മാർജ്ജനം ചെയ്യണം. അപ്പോൾ മോദി ഇപ്രകാരം അച്ചടക്കത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം സത്യസന്ധമായ ഒരു ഭരണം കാഴ്ചവെക്കും എന്ന വലിയ പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അഴിമതി എന്ന് പറഞ്ഞാൽ കൈക്കൂലി വാങ്ങിക്കുന്നത് മാത്രമല്ല, അധാർമികമായി രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഏതു ചൂതാട്ടവും നടത്താം എന്ന മനോഭാവം അഴിമതിയുടെ കൂടാരമാണ്. അങ്ങനെ അധാർമികമായി പല സ്റ്റേറ്റ് സർക്കാരുകളെയും നിലംപരിശാക്കുന്നതിന് അവിടെയൊക്കെ അർഹിക്കാത്ത BJP സർക്കാരിനെ സ്ഥാപിക്കുന്നതിന് അൺഅക്കൗണ്ടഡ് മണി ഉപയോഗിച്ചിട്ടുണ്ട്, അനധികൃതമായ സ്വത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു BJP ലോകത്തിലെ ഏറ്റവും പണക്കൊഴുപ്പുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ സത്യസന്ധമായ പൈസയാണെന്ന് വിശ്വസിക്കണമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഒന്നാന്തരം മുഴുഭ്രാന്തായിരിക്കണം. അപ്പോൾ മറ്റുള്ളവർ അഴിമതി കാണിച്ചാൽ അത് സഹിക്കുകയില്ല. എൻ്റെ പാർട്ടിക്ക് ഇത് വളരെ ആവശ്യമാണ്. കാരണം എൻ്റെ പാർട്ടി എല്ലാ സ്റ്റേറ്റിലും ഭരിച്ചെങ്കിൽ മാത്രമേ ഈ രാജ്യത്തിന് നന്മ വരികയുള്ളൂ. മറ്റുള്ളവർ ഭരിച്ചാൽ രാജ്യം കുഴിയിൽ വീണു പോകും എന്ന ഒരു വ്യക്തി തന്നെ ധരിപ്പിച്ചു വെച്ചാൽ എന്ത് ചെയ്യും? അതിനുവേണ്ടി ഏത് മാർഗവും ഉപയോഗിക്കുക. ED ആണെങ്കിൽ ED, കൈക്കൂലി ആണെങ്കിൽ കൈക്കൂലി.
ഇതിനെപ്പറ്റിയൊന്നും ആധികാരികമായ തെളിവാടയിലുമില്ല. പക്ഷേ സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന ഒരു സാമാനം നമ്മുടെ കയ്യിലൊക്കെ ഉണ്ട്. ഒരു ജനപ്രതിനിധി, ഒരു MLA യോ MLCയോ കൂറുമാറി സ്വന്തം പാർട്ടി തന്നെ ടിക്കറ്റ് കൊടുത്ത് വിജയിപ്പിച്ച പാർട്ടിയെ ഉപേക്ഷിച്ച് BJPയിലോട്ട് ചേക്കേറണമെങ്കിൽ അതൊരു സോഷ്യൽ സർവീസായിട്ട് ചെയ്യുന്നതല്ല എന്ന് നമുക്കറിയാം. അത്രയെങ്കിലും ബുദ്ധി നമുക്കുണ്ട്. കാര്യമായ ലാഭമില്ലാതെ ആരും അത് ചെയ്യുകയില്ല. അപ്പോൾ അങ്ങനെ എത്രയോ ഇടങ്ങളിലാണ് സർക്കാരിനെ മറിച്ചിട്ട് ജന മാൻഡേറ്റ് ഇല്ലാതിരുന്ന BJP ഗവൺമെൻറ്റാണ്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിൽ BJPക്ക് വന്ന തകർച്ചയുടെ പ്രധാനപ്പെട്ട കാര്യം ഈ അസാൻമാർഗികമായ ഇമ്മോറലായിട്ടുള്ള എന്താണ് പറയുന്നത്, പിടിച്ചുപറിയാണ്, സ്നാച്ചിങ് പവർ ഫ്രം അതേഴ്സ്. അത് നരേന്ദ്രമോദിയുടെ നാഷണൽ ലെവലിലുള്ള ഇമേജിന് കാര്യമായ നഷ്ടം വരുത്തിയിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. എൻ്റെ മനസ്സിൽ അദ്ദേഹത്തെപ്പറ്റി ഉണ്ടായിരുന്ന വലിയ ബഹുമാനവും വലിയ പ്രതീക്ഷയും ഏറെക്കുറെ പരിപൂർണമായി നശിപ്പിക്കാൻ പ്രധാനപ്പെട്ട കാര്യം ജനം തിരഞ്ഞെടുത്ത് അധികാരം നൽകി അല്ലെങ്കിൽ ലെജിറ്റിമസി നൽകി ഓരോ സംസ്ഥാനങ്ങളിൽ സ്ഥാപിച്ച സർക്കാരുകളെ ഓപ്പറേഷൻ ലോട്ടസ് എന്ന് പറയുന്ന ഈ ഒരു മാജിക് കൊണ്ട് തകർത്ത് അവിടെ കസേരയിൽ കയറിയിരുന്ന ആ അധാർമികതയാണ്, ദി അൾട്ടിമേറ്റ് പൊളിറ്റിക്കൽ ഇമ്മൊറാലിറ്റി. അത് കാണിച്ചിട്ട് ഞാൻ ഇങ്ങനെ ദൈവപുരുഷനാണ്, ഞാൻ ജൈവിക ഒന്നുമല്ല എന്ന് പറയുക, പിന്നെ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തുക, പിന്നെ വിവേകാനന്ദ പാറയിൽ പോയിരുന്ന് ധ്യാനിക്കുക, അതിനിടയിൽ വർഗീയമായ വികാരങ്ങൾ വോട്ട് പിടിക്കുന്നതിന് വേണ്ടി രാജ്യത്തെമ്പാടും നടന്ന് പ്രസംഗിക്കുക, ഇതൊക്കെ വളരെ വളരെ അസ്വസ്ഥതയുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ആർക്കും ശ്രീ നരേന്ദ്രമോദിയെ ഇപ്പോൾ സത്യം, നീതി, മനുഷ്യത്വം ഇവയെ വിലമതിക്കുന്ന വ്യക്തികൾക്ക് ശ്രീ നരേന്ദ്രമോദി ഒരു പ്രധാനമന്ത്രിയായി ആദ്യം ചുമതലയേറ്റപ്പോൾ അദ്ദേഹത്തെ പറ്റി ഉണ്ടായിരുന്ന ബഹുമാനവും അദ്ദേഹത്തിൽ നിന്നുണ്ടായിരുന്ന പ്രതീക്ഷകളും വെച്ചു പുലർത്തുവാൻ ഒരു വിധത്തിലും കഴിയാത്ത വിധത്തിൽ ഈ ഘടകങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ശ്രീ നരേന്ദ്രമോദി തിരിച്ചറിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അറിഞ്ഞാൽ അദ്ദേഹത്തിന് നന്ന്. അല്ലെങ്കിൽ പഴയ പണി തുടരുകയാണ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം തകർന്നു പോകും. അദ്ദേഹത്തിൻ്റെ തകർച്ചയിൽ BJPയും തകർന്നു പോകും. അതുകൊണ്ട് BJPയുടെ ഭാവിയെപ്പറ്റി താല്പര്യമുള്ളവർ, ഞാൻ ഈ രാജ്യത്ത് പ്രതിപക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ഒരു ശക്തമായ പ്രതിപക്ഷം വേണം. കാരണം ജനങ്ങളുടെ ക്ഷേമം നിലനിർത്തണമെങ്കിൽ പ്രതിപക്ഷം ആവശ്യമാണ്. ഇപ്പോൾ ഇന്ത്യ സഖ്യം അധികാരമേറ്റെടുത്താൽ ഞാൻ BJPയുടെ കൂടെ ചേർന്ന് നിന്നായിരിക്കും ചിന്തിക്കുന്നത്. കാരണം പ്രതിപക്ഷത്തെ ശക്തീകരിക്കുക എന്നതാണ് എൻ്റെ ജനായത്ത ധാർമ്മികത. അല്ലാതെ ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ പുറഞ്ചൊറിഞ്ഞു കൊടുക്കുക അല്ല എൻ്റെ ജോലി. ഒരു ജനായത്ത സംസ്കാരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നത് ക്രിയാത്മകമായി ഇഫക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷമാണ്. അതുകൊണ്ട് പ്രതിപക്ഷത്തെ താങ്ങി നിർത്തുക എന്നതാണ് പൗരന്മാരായ നമ്മുടെ കടമ. അല്ലാതെ ആരുടെയെങ്കിലും ക്യാമ്പിൽ ചെന്ന് അവിടെയുള്ള അപ്പനുറുക്കുകൾ ഭക്ഷിച്ച് വാലുവാട്ടി അവിടെ പുറകെ നിൽക്കുന്നതല്ല നമ്മുടെ കടമ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ വളരെ ശ്രദ്ധേയമായ ഘടകങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഈ ഇലക്ഷൻ റിസൾട്ടിൻ്റെ പിറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവ തിരിച്ചറിഞ്ഞിട്ട് ഈ അബദ്ധങ്ങൾ ആവർത്തിക്കാതിരിക്കത്തക്കവണ്ണം ഒരു തിരുത്തലിൻ്റെ സമീപനം ശ്രീ നരേന്ദ്രമോദിയും BJPയുടെ ഭാരവാഹികളും അതിനപ്പുറമായി എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന സംഘപരിവാർ മേധാവികളും സ്വീകരിക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ വണക്കം.